ഊശാന ധന്യൻ കർത്താവിൻ നാമത്തിൽ വരൂ, ധന്യം കർത്താവിൻ തിരുനാമത്തിൽ വന്നിടും. പിതൃദാവീദിൻ രാജ്യം വാനിൽ ശാന്തി, സ്തുതി സ്വർഗത്തിൽ, സ്വർഗങ്ങളിലൂശാന. കുരുത്തോലകൾ കയ്യിൽ പിടിക്കുന്നതിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വെള്ളവസ്ത്രം വഴിയിൽ വിരിക്കുന്നതും അതോടൊപ്പം തന്നെ വെള്ളവസ്ത്രം അണിയുന്നതും അതിനൊരു പ്രത്യേകമായ പ്രതീകാത്മകമായ അർത്ഥം നമ്മൾ നൽകണം. കുരുത്തോല കുരുന്നോലയാണ്. ഈ ഓശാന തിരുനാൾ സന്ദർഭം യേശുക്രിസ്തുവിനെ ബഥാന്യയിൽ നിന്ന് യെരുശലേമിലേക്ക് സ്വീകരിക്കുന്ന ആ ഘോഷയാത്ര, ആ തീർത്ഥയാത്ര നടക്കുന്നത് ശീതകാലം കഴിഞ്ഞ് വസന്തകാലം ആരംഭിക്കുന്ന പൊൻപുലരിയിലാണ്. ശീതകാലത്ത് പ്രകൃതി മുഴുവനും മൂകമാണ്. ഇലകളെല്ലാം കൊഴിച്ച് ഉണങ്ങി വരണ്ട പ്രകൃതി. എങ്ങും ജീവൻ്റെ ഒരു തുടിപ്പ് പോലും നമുക്ക് കാണാനാവുന്നില്ല. എന്നാൽ വസന്തമാവുമ്പോൾ പ്രകൃതി ആകെ മാറുകയായി. വൃക്ഷങ്ങൾ, സസ്യങ്ങളെല്ലാം തന്നെ പുതിയ ഇലകളെ വിരിക്കുന്നു. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ കുരുന്നോലകൾ വെട്ടിയാണ് കയ്യിൽ പിടിച്ചും വഴിയിൽ വിതറിയും ഈ പൂക്കൾ പറിച്ച് വിതറിയാണ് യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക്, ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രമായ യെരുശലേമിലേക്ക് ഈ പറഞ്ഞ ആ ഒരു കൂട്ടം ആളുകൾ കർത്താവ് സ്വീകരിച്ച് ആനയിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പെരുന്നാളാണ്. അവരുടെ ജീവിതത്തിൽ അടിമത്തത്തിൻ്റെയും നിരാശതയുടെയും പ്രാതികൂല്യത്തിൻ്റെയും ഒക്കെ ഇരുൾ വിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവേ വരേണമേ എന്ന് ഉറക്കെ വിളിച്ച് കർത്താവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒരു പുതിയ പ്രത്യാശയിലാണ്. അവരുടെ ജീവണ്ടെടുപ്പുകാരൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഖറിയാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം പ്രത്യേകമായി 9-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകമായി ഈ ഓശാന പെരുന്നാളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ എന്ന് ഒരു വാക്യം അവിടെ കുറിച്ചിട്ടുണ്ട്. നിങ്ങളിന്ന് ബന്ധനത്തിലാണ്, അടിമത്തത്തിലാണ്. ഒരു പ്രത്യാശയുടെ ഒരു തിരി നാളം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൊളുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പ്രത്യാശയുടെ ഒരംശം അവശേഷിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ നിങ്ങളിന്ന് ഛിന്ന ഭിന്നമായി അകന്നു പോകാതെ കോട്ടയ്ക്കുള്ളിലേക്ക്, സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് വീണ്ടെടുപ്പുകാരനെ സ്വീകരിക്കാം. ഇതൊരു പ്രത്യാശയുടെ പെരുന്നാളും കൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം ഇത് സാധാരണക്കാരുടെ പെരുന്നാളാണ്, കുഞ്ഞുങ്ങളുടെ പെരുന്നാളാണ്. നിഷ്കളങ്കരായ മൃഗങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. പ്രകൃതിയിൽ നിന്നുള്ള കുരുന്ന് ഇലകളും പൂക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഈ പ്രകൃതി മുഴുവനും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. കുഞ്ഞുങ്ങളും നിഷ്കളങ്കരും കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇത് നിഷ്കളങ്കരുടെ പെരുന്നാളാണ്,
എന്ന്. ഫെസ്റ്റിവൽ ഓഫ് ദി ഇന്നസെൻറ്റ്. ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് ടു. പ്രത്യാശയുടെ പെരുന്നാളും കൂടെയാണ്. ഈ ഓശാന പെരുന്നാൾ നാം ആഘോഷിച്ച് യേശു ക്രിസ്തുവിനെ യെരുശലേമിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് അവനെ സിംഹാസനത്തിലിരുത്താം, സിംഹാസനത്തിലിരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്ക് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും തരും എന്നുള്ള ഒരു സാമാന്യ വിശ്വാസമാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയത്. എന്നാൽ യേശു ക്രിസ്തു അത് തിരുത്തുകയാണ്. ആ തിരുത്തലാണ് ഈ പീഠാനുഭവ ആഴ്ചയിൽ ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ആരാധനകളും ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സുപ്രധാനമായ പൊരുൾ. ഇത് നമ്മൾ വേണ്ടവണ്ണം ഗ്രഹിച്ചിരിക്കണം. ഇനിയും നമുക്ക് ഈ വിശുദ്ധ വാരത്തിൻ്റെ പ്രത്യേകമായ ക്രമീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓശാന പെരുന്നാൾ കഴിഞ്ഞു. ഇനിയും ക്രൂശാണ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ. ആ ക്രൂശിനെ അഭിമുഖീകരിക്കുവാനാണ് ഓരോ നിമിഷവും കർത്താവ് നടന്നു നീങ്ങുന്നത്. അന്ന് ഓശാന പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ആ ദിവസത്തിൻ്റെ സന്ധ്യ പീഠാനുഭവ ആഴ്ചയുടെ വിശുദ്ധവാരത്തിൻ്റെ ആദ്യ സന്ധ്യയാണ്. അപ്പോഴേക്കും ദേവാലയത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് സമഗ്രമായ മാറ്റം വന്നു. ദേവാലയത്തിൻ്റെ മറ കഴിയുമെങ്കിൽ അത് കറുത്ത മറയാക്കി ഉപയോഗിക്കുന്നു. നടുക്ക് ഒരു കുരിശ് ചിത്രീകരിച്ചിരിക്കും. ദേവാലയം മധ്യത്തിലിരുന്ന ക്രൂശ് എടുത്ത് മറ പൂർണ്ണമായും മദ്ബഹയെ മറച്ച് ഇരിക്കുന്നു. അതിന് മുമ്പിൽ ഒത്ത നടുവിൽ കൊണ്ടുവന്ന് ക്രൂശ് വയ്ക്കുന്നു. ഇനിയും ഒരാഴ്ച കുർബാന ഇല്ലാത്ത സന്ദർഭങ്ങൾ ഒഴികെ മറ്റവസരങ്ങളിലെല്ലാം ഏറിയ പങ്കും ആ മറ ഒരിക്കലും വലിക്കുന്നില്ല, നീക്കുന്നില്ല. മദ്ബഹ മറച്ചിരിക്കുന്നു. ഇനിയും ക്രൂശ് മാത്രമാണ് നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ ക്രൂശിനെ നോക്കിയാണ് ധൂപമർപ്പിക്കുന്നത്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പതിച്ചുകൊണ്ടാണ് നമ്മൾ ആരാധന മുഴുവനും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ജീവിതം, സഭയുടെ ആരാധന മുഴുവനും കേന്ദ്രീകൃതമായിരിക്കുന്നത് ഈ ക്രൂശിലാണ്. ക്രൈസ്റ്റ് സെൻറ്റേഡ്, യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ആഴ്ചയുടെ ആരാധനകൾ മുഴുവനും. മറ്റ് സന്ദർഭങ്ങളിലെല്ലാം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ, ത്രിയേക ദൈവത്തെ മുഴുവനും കൂടെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ടും, എന്നാൽ അതേസമയം തന്നെ പിതാവിനോടുള്ള പ്രാർത്ഥന സാമാന്യമായും ഏറെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ ക്രിസ്തീയ സഭ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭ, അതിൻ്റെ ആരാധന ഈ സന്ദർഭം അത് യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമാക്കുന്നു എന്നുള്ളത് ആ കുരിശ് നടുവിൽ നാട്ടിയിരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. ആരാധന മുഴുവനും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനോടാണ് പ്രാർത്ഥന മുഴുവനും സംബോധന ചെയ്തിരിക്കുന്നത്. ദേവാലയത്തിലെ സംവിധാനങ്ങളെല്ലാം അങ്ങനെ ഒരുങ്ങുന്നു. ക്രൂശ് നടുവിൽ വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥന കേന്ദ്രീകരിക്കുന്നു. പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. ക്രൂശ് മാത്രം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മാത്രം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരമായി കർത്താവ് നമുക്ക് നൽകിയ വീണ്ടെടുപ്പും വിശുദ്ധവാരത്തിൻ്റെ കേന്ദ്രമായ ചിന്ത ഇതാണ് എന്നുള്ളത് പ്രത്യേകമായി സഭ നമ്മളോട് ഈ സംവിധാനങ്ങളിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മസിഹാ മോദി ഈ ചരുളുക കൃപ
പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വളരെ സുപ്രസിദ്ധമായ ഒരു വാചകം ഇങ്ങനെ കുറിക്കുന്നു: നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പെസഹായുടെ അർത്ഥം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ. പെസഹായുടെ പൊരുളിനെ സംബന്ധിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പുറകോട്ട് പോകുന്നത് പുറപ്പാട് പുസ്തകം 13-ഉം 14-ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെസഹ ആചരണത്തെ സംബന്ധിച്ചാണ്. അവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് പുതിയ നിയമ പെസഹ ആചരണവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ഒന്നാമത്, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോവുക എന്നാണ്. യഹോവയുടെ ദൂതൻ മിസ്രൈമിലെ ഭവനങ്ങൾ കടന്നു പോകുന്നു. മിസ്രൈംകാരുടെ ഭവനങ്ങളും ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളും കടന്നു പോകുന്ന ദൂതൻ മിസ്രൈമ്യർക്ക് സംഹാരദൂതനും ഇസ്രായേല്യർക്ക് വീണ്ടെടുപ്പിൻ്റെ ദൂതനുമാണ്. കുഞ്ഞാടിനെ അറുത്ത് വിരൽ ആ രക്തത്തിൽ മുക്കി വാതിലിൻ്റെ കുറുമ്പടിമേലും കട്ടിളക്കാലിന്മേലും പുരട്ടണം എന്ന നിർദ്ദേശം. ആ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട വാതിലുകൾ കാണുമ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ദൂതൻ കടന്നുപോകും. എന്നാൽ ആ മുദ്രയില്ലാത്ത ഭവനങ്ങളിൽ അത് സംഹാരദൂതനായി മാറുകയാണ്. കടിഞ്ഞൂലുകളെ നിഘനിച്ചുകൊണ്ടാണ് ദൂതൻ കടന്നുപോകുന്നത്. മിസ്രൈമ്യർക്ക് ശിക്ഷയും ഇസ്രായേൽക്കാർക്ക് രക്ഷയുമായി പെസഹ അന്ന് ആയി എങ്കിൽ ഇന്ന് നമുക്കും പെസഹ വീണ്ടെടുപ്പിൻ്റെ പെസഹയായിരിക്കണം എന്നുള്ളത് നാം പ്രത്യേകമായി ഓർക്കുന്നു. പെസഹ ഒരു കടന്നുപോക്കാണ്. യേശുക്രിസ്തു ഇന്നും നമ്മളുടെ മധ്യേ നടന്നു നീങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞ തിരുരക്തം നമ്മുടെ അധരങ്ങളിൽ മുദ്രയിടപ്പെടണം. നമ്മളുടെ ഭവനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചും നമ്മളുടെ ഭവനങ്ങളിൽ കുടിയിരുത്തിയും കൊണ്ട് ഈ പെസഹ ആചരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ നമുക്ക് വീണ്ടെടുപ്പിൻ്റെ പെസഹയായി അത് മാറും എന്ന് നാം വിശ്വസിക്കുന്നു. അത് നമുക്ക് അനുഭവവേദ്യമാവുകയും വേണം. പെസഹയുടെ വേറൊരു പ്രധാനപ്പെട്ട ദൂത്, പെസഹ പെരുന്നാളിനെ സംബന്ധിച്ച് എന്താണ് പെസഹ പെരുന്നാളെന്ന ചോദ്യത്തിന് നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുവാൻ കഴിയും. പെസഹ പെരുന്നാൾ ഒരു ഭവനത്തിൻ്റെ പെരുന്നാളാണ്. ഫെസ്റ്റിവൽ ഓഫ് എ ഫാമിലി. ഒരു കുഞ്ഞാടിനെ ഈ കൊച്ച് സംഗമത്തിനായി അറുത്ത് കയ്പ് ചീരയോടുകൂടെ ഉടുപ്പില്ലാത്ത അപ്പവുമായി ഭക്ഷിക്കണം എന്ന് നിബന്ധന ചെയ്തിരിക്കുന്നു. പല കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഒരു വലിയ കുടുംബമായി രൂപപ്പെടുന്നു. ഈ ഒരു വലിയ കുടുംബം യേശുക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ കർത്തൃമേശയ്ക്ക് ചുറ്റും വന്നു നിന്നുകൊണ്ട് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി ഹോമിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുന്ന പുണ്യദിനമാണ് പെസഹ പെരുന്നാൾ. ആ പെസഹായുടെ ഊന്നൽ നമ്മളിന്ന് സ്വാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഇന്നിൻ്റെ ആവശ്യമായി നാം കരുതണം.